ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡെയിലി വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാട്ട് ആൻഡ് ഈറ്റിൻ്റെ ഡേയും കൂടി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ ചിലപ്പോൾ വിട്ടുപോകും, അതുകൊണ്ടാണ് ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ അടിപൊളി വെള്ളച്ചോറ്, പിന്നെ നല്ല നാടൻ തൈരുണ്ട്, നല്ല കുലുക്കിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വെള്ളച്ചോറിൻ്റെ മുകളിൽ അങ്ങനെ കട്ടി തൈര് ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുക. അമ്മമ്മ 2 ചെറിയുള്ളി നേരെയാക്കി വെച്ചത് ഇങ്ങനെ എടുത്തു തരുമോ? അതിങ്ങനെ ചതച്ചിട്ട് കഴിഞ്ഞാലേ, ചെറിയുള്ളി നേരെയാക്കിയതേ നമ്മൾ ജസ്റ്റ് ചതച്ചിട്ട് തരുമോ ചോദിക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ചമ്മന്തി ഒന്ന് ചതച്ച് തരുമോ? ജസ്റ്റ് ഒന്ന് ചതച്ച് തരുമോ? വേറെ ഒന്നും ചെയ്യണ്ട. നല്ല അടിപൊളി തേങ്ങ ചമ്മന്തി അമ്മ അരച്ച് വെച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്യുക. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കാം. അത്ര മതി. ജസ്റ്റ് ചതച്ച പോലെ ആകാൻ പറ്റില്ല, നല്ല അരിഞ്ഞു കഴിഞ്ഞ രസം ഉണ്ടായില്ല. ഈ സാധനം കൂട്ടിയിട്ട് ഇതിലിട്ടുണ്ട് പിഴിയുക. നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഉള്ളി എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യണം. അങ്ങനെ ട്രൈ ചെയ്ത് തരുമെന്ന് എന്തായാലും പറയണേ. ശരിക്കും ചെറിയ മുളക് കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. എന്തിനാ വറ്റിച്ച് വെച്ച മുളകുണ്ടോ? അത് ഫുള്ള് അച്ഛന് കഴിച്ചോ? അമ്മ കഴിച്ചോ? കുഴപ്പമില്ല. അമ്മയ്ക്ക് വേറെ പണിയൊക്കെ ഇനിയിപ്പോൾ കുഴപ്പമില്ല, അത് മതി. നമ്മളെ ഐറ്റം റെഡി ആയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. അതുള്ളി ചമ്മന്തി എടുത്തിട്ട് കുഴച്ചിട്ട് ഡെയിലി ചിലപ്പോൾ ചിക്കൻ ബിരിയാണി കഴിച്ചാൽ ചിലപ്പോൾ 3 നേരം ചിക്കൻ ബിരിയാണി കഴിച്ചാൽ ഡെയിലി കഴിച്ചാൽ നമുക്ക് മടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു സംഭവം എത്ര കഴിച്ചാലും മടുക്കില്ല. അപ്പോൾ എന്തായാലും എൻ്റെ പോലെ വെള്ളച്ചോറിന് ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. തെക്കോ കുട്ടിച്ചിട്ട് തെക്കനെ എവിടെ? അമ്പട കള്ള വാമിയെ, എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുടിപ്പിട്ടിട്ട് വരണമെന്ന്. കുട്ടിച്ചക്ക് കോപ്പിറൈറ്റ് അല്ല, എന്ത് ക്ലൈമ കിട്ടുക? വേം പാട്ടോ, ഇവിടെ ആളാ കുറവുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ബഷീർ ഇമ്മിണി വല്യെന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ഡോക്ടർ ഉഷാറാണി എഴുതിയതാണ്. ബഷീറിൻ്റെ ജീവിതാനുഭവങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കോർത്തിണങ്ങിയിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതൊരു ഒരുപാട് നേരം വായിച്ച് അടിപൊളി മഴ കഴിഞ്ഞ് നിൽക്കുകയാണ്.
സുന്ദരിമണി സൈത്തുമാമ കൊക്കി കൊക്കി വരുന്നുണ്ട്. എന്താ ചെറിയ സൈത്തുമാമോട് സുന്ദരിമണി എന്ന് ചിരിച്ചാ അങ്ങനെ തന്നെ. ഇവിടെ എൻ്റെ അഞ്ചിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അത് മറച്ചു വെച്ചാൽ എന്താ പറയുക, എപ്പോഴും കുട്ടി ആരെയും നോക്കില്ല, ഈ ഫോട്ടോ മാത്രം നോക്കിയിട്ട് ചെറിയും കളിയായിരുന്നു. അവസാനം അച്ഛനത് മറച്ചു വെച്ചാണ്. ഇനി പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഫോട്ടോ കൊണ്ടുകൊണ്ടിരുന്നു വെച്ചിട്ടേ നല്ല ഇതേപോലത്തെ ഫോട്ടോ ഒന്നിവിടെ ഉണ്ട്. മറച്ചു വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ സുന്ദരിമണി അങ്ങോട്ട് നോക്ക്. സുന്ദരിമണിയുടെ ഫോട്ടോ അതാ അവിടെ. സുന്ദരിമണി തൈത്തുമാമ്മയുടെ കുട്ടി എവിടെ ഡീ? ഓ എന്തൊരു പോസിങ്, അല്ലെങ്കിൽ ഞാൻ വിളിച്ച നോക്കുന്നല്ല ആള്. എന്താ അത് പറയമ്മ. ആ മുട്ടക്കറിക്കുള്ള മുട്ട പൊഴിങ്ങനല്ലേ? ഞാൻ വിചാരിച്ചു ഓംലേറ്റ് അടിക്കാൻ വേണ്ടി മുട്ട പൊഴിങ്ങ വെച്ചാന്നാ. അപ്പം ഇന്ന് രാത്രിയത്തെ കാര്യം കുശാലാണ്. മുട്ടക്കറിയും കൂട്ടിയിട്ട് പിടിപിടിക്കാം. നിങ്ങൾക്ക് അമ്മയ്ക്ക് പല്ലുവേനുണ്ട്, അതാണ് ഈ ദേഷ്യം കാണിക്കണേ. നാളെ മര്യാദയ്ക്ക് പൊക്കോണ്ടിട്ടുള്ള രാവിലെ തന്നെ. എനിക്ക് എന്തായാലും ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നല്ലൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്.